നമ്മൾ തുടങ്ങിയത് യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിന്റെ 38-ാമത്തെ വാക്യം എന്താണ്? ഞാൻ എൻ്റെ ഇഷ്ടമല്ല പിതാവിൻ്റെ ഇഷ്ടം ചെയ്യാനാണ് വന്നത്. യേശു ക്രിസ്തു പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. ഞാൻ സ്വന്തം ഇഷ്ടമല്ല, എൻ്റെ ഇഷ്ടമല്ല, പിതാവിൻ്റെ ഇഷ്ടം ചെയ്യാനാണ് ഞാൻ വന്നത് എന്ന് ഇവിടെ കർത്താവ് പറയുന്നു. അപ്പോ കർത്താവിന്റെ ശിഷ്യന്മാരാണെന്ന് അവകാശപ്പെടുന്ന നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നമ്മളും കർത്താവ് പറഞ്ഞ കാര്യമാണ് ചെയ്യേണ്ടത്. എൻ്റെ ഇഷ്ടമല്ല, പിതാവിൻ്റെ ഇഷ്ടം ചെയ്യാനാണ് ഞാൻ ഈ ലോകത്തിൽ എന്നെ കർത്താവ് വെച്ചിരിക്കുന്നത്. യേശുക്രിസ്തു ലോകത്തിലേക്ക് വന്നു, അതുകൊണ്ട് ലോകത്തിലേക്ക് വന്നത് പിതാവിൻ്റെ ഇഷ്ടം ചെയ്യാനാണ്. നമ്മളെ ഈ ലോകത്തിൽ വെച്ചിരിക്കുന്നു എന്തിന്? പിതാവിൻ്റെ ഇഷ്ടം ചെയ്യാൻ. അതാണ് ക്രൂശിന്റെ മാർഗം. യേശുക്രിസ്തു സ്വന്തം ഇഷ്ടം ചെയ്യാതെ വന്നപ്പോൾ അവൻ ക്രൂശ് എടുക്കുകയായിരുന്നു. സ്വന്തം ഇഷ്ടം അവൻ ചെയ്തില്ല. സ്വന്തം ഇഷ്ടം ചെയ്യാതെ വന്നപ്പോൾ എന്താ ചെയ്തേ? അവൻ ക്രൂശിൽ കയറുകയായിരുന്നു. അതുകൊണ്ട് അവര് ക്രൂശിലാക്കി കയറ്റിയത്. നമ്മളെ സംബന്ധിച്ചും പൗലോസ് പറഞ്ഞത് ഏതാണ്ട് ശരിയായിട്ടുള്ള കാര്യമാണ്. എന്താണ്? കാരാഗ്രഹവും കഷ്ടപ്പാടും എന്നെ കാത്തിരിക്കുന്നു. പൗലോസിന് അത് അങ്ങനെയാണെങ്കിൽ നിശ്ചയമായിട്ടും നമുക്കും അങ്ങനെ തന്നെയാണ്. പക്ഷെ നമ്മളെ കാരാഗ്രഹത്തിൽ പോകുന്നില്ല. അവിടെ നമ്മൾ എന്തെങ്കിലും ഒക്കെ ചെയ്ത് അവിടുന്ന് രക്ഷപ്പെട്ട് നിൽക്കും. പക്ഷെ യേശു അത് ചെയ്തില്ല. അതുകൊണ്ട് യേശു ക്രിസ്തു എന്ത് ചെയ്തു? അവന്റെ ജീവനെ വിലയേറിയതായിട്ട് കണ്ടില്ല. ജീവനെ വിലയേറിയതായിട്ട് കാണുകയാണെങ്കിൽ മരണത്തിന് ഏൽപ്പിച്ചു കൊടുക്കത്തില്ല. അപ്പോൾ യേശു ക്രിസ്തു അവന്റെ ജീവനെ വിലയേറിയതായിട്ട് കണ്ടില്ല. അവൻ പറയുന്നത് കർത്താവ് എന്നെ അയച്ച എന്ത് വേലയ്ക്കാണോ ആ വേല നിവർത്തിക്കണമെന്നേ എനിക്കുള്ളൂ. കർത്താവ് എന്നെ കുറിച്ച് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എന്താണ് എന്നുള്ളത് ഞാൻ അത് നിവർത്തിക്കണം, പ്രവർത്തിക്കണം എന്നേ എനിക്കുള്ളൂ. അതുകൊണ്ട് എനിക്ക് ലാഭമായിരുന്നതൊക്കെയും, ഒത്തിരി ലാഭം വരാനുള്ള കാര്യങ്ങളുണ്ട്. ഒരു കള്ളം പറഞ്ഞാൽ മതി, അല്ലെ? ഒരു കള്ളം പറയണ്ട, ഒന്ന് മറച്ചു വെച്ചാൽ മതി. ചില കാര്യം എനിക്ക് ലാഭം ഉണ്ടാക്കാം. പക്ഷേ അങ്ങനെ ലാഭമായി ആകാമായിരുന്നതൊക്കെയും ഞാൻ ചെയ്തമെന്ന് എണ്ണുന്നു എന്നാണ് പൗലോസ് പറയുന്നത്. കർത്താവിന് വേണ്ടിയിട്ട്, അവിടത്തേക്ക് വേണ്ടിയിട്ട് ഞാൻ സകലവും നഷ്ടമാക്കുന്നു, നഷ്ടമെന്ന് എണ്ണുന്നു എന്ന് പൗലോസ് പറയുന്നു. എന്നിട്ട് നമ്മളോട് പറയുന്ന റോമർ 13:14 നമ്മളോട് പറയുന്നത്, കർത്താവായ യേശുവിനെ ധരിച്ചുകൊള്ളുവിൻ. കർത്താവായ യേശുവിനെ ഞാൻ ധരിച്ചുകൊള്ളാൻ. അപ്പോ അതിന്റെ അർത്ഥം എന്താണ്? എന്നെ കാണുന്നവര് എന്നെയല്ല കാണണ്ടേ, കർത്താവായ യേശുവിനെ കാണണം. ഇപ്പൊ ഞാൻ എന്നെന്ന് പറഞ്ഞപ്പോൾ നിങ്ങളെ മറ്റുള്ളവർ കാണുമ്പോ കർത്താവായ യേശുവിനെ കാണാനിടയായിത്തീരണം. അതോ പിശാചിനെ കാണുമോ? നമ്മളുടെ പ്രവൃത്തികൾ കൊണ്ട്, നമ്മുടെ സംസാരം കൊണ്ട് മറ്റുള്ളവർ പിശാചിനെ കാണുമോ, യേശുവിനെ കാണുമോ? ആ കാര്യം നമ്മളൊന്ന് ശോധന ചെയ്ത് നമ്മൾ ആ കാര്യം ഉറപ്പിക്കണം. യേശുവിനെ കാണണം. എന്നെ കണ്ട പിശാചിനെ കാണാൻ ഇടയാകരുത്, യേശുവിനെ കാണാൻ ഇടയായിത്തീരണം. അതുകൊണ്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്? ജഡത്തിന്റെ മോഹങ്ങൾ പ്രവർത്തിക്കാനായിട്ട് ഇടയാക്കരുത്. നമ്മുടെ ഇഷ്ടമുണ്ട്, നമ്മുടെ ഇഷ്ടം പ്രാവർത്തികമാക്കാൻ നമ്മളെ ഇടയാക്കരുത്. നമ്മുടെ മോഹത്തെ നമ്മൾ ഒരിക്കലും തൃപ്തിപ്പെടുത്തരുത്.
1 കൊരിന്ത്യർ 10:23-24 പറയുന്നത് സകലത്തിലും എനിക്ക് കർത്തവ്യമുണ്ട്, പക്ഷേ അത് ആത്മീയ വർധന വരുത്തുന്നില്ല. എനിക്ക് കർത്തവ്യം അവിടെ ഉണ്ട്, കർത്തവ്യമുള്ള ധാരാളം കാര്യങ്ങളാണ് ഉണ്ട്, പക്ഷേ അതെല്ലാം ആത്മീയ വർധന വരുത്തുന്നില്ല. അത് ആത്മീയ വർധന വരുത്താത്തത് കൊണ്ട് എല്ലാ കാര്യവും ഞാൻ ചെയ്യുന്നില്ല. അതിനുള്ള കർത്തവ്യമുണ്ട്, പക്ഷെ ഞാനത് ചെയ്യുകയില്ല. ആത്മീയ വർധന വരുത്തുന്ന കാര്യം മാത്രമേ യേശുക്രിസ്തു ചെയ്യുന്നുള്ളൂ. അവന്റെ ശിഷ്യന്മാരായ നമ്മളും അതേ ചെയ്യാവുള്ളൂ. അതുകൊണ്ട് സ്വന്തം ഗുണമല്ല, മറ്റുള്ളവരുടെ ഗുണമാണ് നമ്മൾ അന്വേഷിക്കേണ്ടത്. അത്രയും നമുക്ക് ക്ലിയർ ആയല്ലോ. അതുകൊണ്ട് നമുക്ക് ചില കാര്യങ്ങൾ ചെയ്യാനായിട്ടുണ്ട്. എന്താണ് ഒന്നാമത്തെ കാര്യം? ദൈവം വെച്ചിരിക്കുന്ന അധികാരങ്ങൾക്ക് നമ്മളെ കീഴ്പ്പെട്ടിരിക്കണം. ദൈവം നമുക്ക് ഓരോരുത്തർക്കും, നമ്മളെ ഓരോരുത്തരെയും ചില അധികാരങ്ങൾക്ക് കീഴെ വെച്ചിരിക്കുകയാണ്. ആ ദൈവം വെച്ചിരിക്കുന്ന അധികാരങ്ങൾക്ക് നമ്മളെ കീഴ്പ്പെട്ടിരിക്കണം. 2, സ്വന്തം ഇഷ്ടം മാറ്റിവെച്ചിട്ട്, സ്വന്തം ഇഷ്ടം, നമുക്ക് നമ്മുടേതായ ഒരു ഇഷ്ടമുണ്ട്, ആ ഇഷ്ടം മാറ്റിവെച്ചിട്ട് നമ്മുടെ മുകളിലുള്ള അധികാരിയുടെ ഇഷ്ടം നമ്മൾ ചെയ്യണം. നമ്മുടെ മുകളിലുള്ള ആളിന്റെ ഇഷ്ടം നമ്മൾ ചെയ്യണം. സ്വന്തം ഇഷ്ടം, എനിക്ക് എൻ്റെ ഒരു ഇഷ്ടമുണ്ട്, ഞാൻ എൻ്റെ ഇഷ്ടം ചെയ്യാനല്ല, ഞാൻ എന്നെ മുകളിൽ വെച്ചിരിക്കുന്ന ആള് എൻ്റെ അധികാരിയുടെ ഇഷ്ടം ചെയ്യാനായിട്ട് ഞാൻ തയ്യാറാകണം. അങ്ങനെ നമ്മൾ ചെയ്യുവോ? നമ്മളെല്ലാവരും അവരവരുടെ ഇഷ്ടം ചെയ്യാനാണ് താല്പര്യപ്പെടുന്നത്, ചെയ്യുന്നത്. അതിൽ നിന്ന് നമ്മൾ മാറിയിട്ട് നമ്മുടെ അധികാരിയുടെ ഇഷ്ടം ചെയ്യാനായിട്ട് നമ്മളെ താഴ്ത്തി കൊടുക്കണം. നമ്മള് അധികാരിയെ അനുസരിക്കുന്നുണ്ട്. രണ്ടാമത് പറഞ്ഞൊരു കാര്യമാണ്, ആ അധികാരിയെ പരിഹാസ്യത്തോടെ അധികാരിയെ അനുസരിക്കരുത്. നമ്മൾ അനുസരിക്കുന്നുണ്ട്, പക്ഷേ അനുസരിച്ച് കഴിഞ്ഞാൽ ഒരു പരിഹാസ മട്ടിലാണെങ്കിൽ നമ്മൾ ചെയ്യരുത്. പിന്നെ പറഞ്ഞത് നമ്മള് ക്ഷമിക്കാതിരിക്കുന്ന മനോഭാവം. ഒരാള് നമ്മളൊരു തെറ്റ് ചെയ്താൽ അത് യാതൊരു കാരണവശാലും ക്ഷമിക്കുകയില്ല, എത്ര വർഷം പോയാലും. അല്ല, നമുക്കത് ക്ഷമിക്കണം. ഏത് തെറ്റ് നമ്മളോട് ചെയ്താലും ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നമ്മളത് ക്ഷമിക്കണം. അപ്പോഴേ നമ്മള് ഒരു ക്രിസ്ത്യാനിയായി തീരുന്നുള്ളൂ. ക്ഷമിക്കുന്നില്ലെങ്കിൽ ഒരു തെറ്റാ ചെയ്തത്, നമുക്ക് അതുകൊണ്ട് ദോഷമുണ്ടായി, പക്ഷേ നമ്മളൊരു ക്രിസ്ത്യാനി ആയതുകൊണ്ട് ആ തെറ്റ് നമ്മൾ ക്ഷമിക്കണം. പിന്നെ ഞാൻ ഈ വീട്ടിലെ അപ്പനാണ്, എല്ലാവരും എന്നെ അനുസരിക്കണം. അധികാരം, സ്ഥാനമാനങ്ങള്, അതിന് ആ സ്ഥാനമാനത്തിന് വേണ്ടിയിട്ട്, ആ അധികാരത്തിന് വേണ്ടിയിട്ട് നമ്മൾ പോരാടാതെ ഇരിക്കണം. സഹോദരന് നമ്മള് കുറെ കാര്യങ്ങൾ പറഞ്ഞു. ഈ കാര്യങ്ങൾ കേട്ടിരിക്കാൻ നല്ല സുഖമാണ്, കേൾക്കാം. ഈ ചെവി കൂടെ കേട്ടിട്ട് ഈ ചെവി കൂടെ നമുക്ക് അങ്ങ് ഇറക്കി വിടാം. പക്ഷെ അതിനല്ല നമ്മളെ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. നമ്മളെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതനുസരിക്കാനാണ്. എൻ്റെ സഹോദരന്മാരെ, നമ്മൾ വചനങ്ങൾ കേട്ടു. ആ കേട്ടതുകൊണ്ട് പ്രയോജനം ഉണ്ടായോ? അത് അനുസരിച്ചാൽ മാത്രമേ അത് പ്രയോജനമായി തീരത്തുള്ളൂ. അതുകൊണ്ട്
നമുക്ക് ചില കഷ്ടങ്ങൾ ഉണ്ടാകാം, അതനുസരിക്കുമ്പോൾ ചില കഷ്ടങ്ങൾ ഉണ്ടാകാം. പക്ഷെ കഷ്ടങ്ങൾ ഉണ്ടായാലും അത് അനുസരിക്കാനായിട്ട് നമ്മളുടെ ഇഷ്ടത്തെ, നമ്മൾ അതിന് അനുസരിക്കുമ്പം നമ്മുടെ ഇഷ്ടം ഹനിക്കപ്പെടുകയാണ്. ആ ഇഷ്ടത്തെ ഹനിക്കാനായിട്ട് നമ്മൾ തയ്യാറാകുക. വേണ്ടാന്ന് വെച്ച് നമ്മുടെ ഇഷ്ടം വേണ്ടാന്ന് വെക്കാനായിട്ട് നമ്മൾ തയ്യാറാകുക. എന്നിട്ട് നമ്മുടെ കൂടെയുള്ള ആളിന്റെ ആ ഇഷ്ടം നടക്കട്ടെ എന്ന് പറഞ്ഞാൽ അതൊരു ദോഷമായിട്ടുള്ള ഇഷ്ടമാണെങ്കിൽ അതല്ല, ആ സഹോദരന്റെ നല്ല ഇഷ്ടം നടക്കുവാൻ ഇടയായി തീരട്ടെ. അങ്ങനെ ഒരു ജീവിതം നയിപ്പാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ഉത്സാഹിക്കാം. അപ്പോൾ മാത്രമേ നമ്മൾ ഇന്നിവിടെ വന്നതുകൊണ്ട് നമുക്ക് പ്രയോജനം ഉണ്ടാകുന്നുള്ളൂ. വചനം കേട്ടു, ആ കേട്ടതുകൊണ്ട് വല്ല കാര്യം ഉണ്ടായോ? ചേമ്പലയില് വെള്ളം വീഴുന്നുണ്ട്, ആ വെള്ളം അങ്ങ് ഒഴുകി പോവുക. പക്ഷെ ആ വെള്ളം അവിടെ നിന്ന് അതിൻ്റെ വേര് പിടിച്ചെടുത്ത്, ആ വെള്ളവും കൂടെ പിടിച്ചെടുത്ത് ആ ഇലയിൽ കൂടെ അത് വെളിയിലേക്ക് കളഞ്ഞാൽ മാത്രമേ ചേമ്പുണ്ടാകുള്ളൂ. നമുക്ക് ചേമ്പുണ്ടാകണം. ചേമ്പുണ്ടാകുന്ന ഒരു ജീവിതം നമുക്ക് നയിക്കണം. ചേമ്പല്ല, ഒരു ക്രിസ്തീയ ജീവിതമാണ് നമ്മൾ നയിക്കേണ്ടത്. യേശുക്രിസ്തുവിനെയാണ് നമ്മൾ കാണിച്ചു കൊടുക്കേണ്ടത്. യേശുക്രിസ്തുവിന്റെ ശിഷ്യന്മാരാണ്. ഒരു യേശുക്രിസ്തുവിന്റെ ശിഷ്യനിൽ നിന്ന് ഏത് വാക്കാണ് വരേണ്ടത്, ഏത് പ്രവൃത്തിയാണ് വരേണ്ടത്, അത് കർത്താവിനെ പ്രസന്റ് ചെയ്യുന്ന, കർത്താവിനെ കാണിച്ചു കൊടുക്കുന്ന പ്രവൃത്തിയാണോ അല്ലയോ എന്നുള്ളത് നമ്മള് വളരെ തിട്ടമായിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യമുണ്ട്. അല്ലാത്ത കാര്യം ഞാൻ ചെയ്യുകയില്ല, അല്ലാത്ത കാര്യം ഞാൻ പറയുകയില്ല. ഒരു വാക്കെന്റെ വായിൽ നിന്ന് വന്നാൽ അത് ക്രിസ്തുവിനെ ഉയർത്തുന്നതായിരിക്കണം. യേശു ക്രിസ്തുവിനെ ഉയർത്തുന്ന ഒരു വാക്കായിരിക്കണം. ഒരു പ്രവൃത്തി വന്നാൽ അത് യേശു ക്രിസ്തുവിനെ ഉയർത്തുന്നതായിരിക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഞാനൊരു ക്രിസ്ത്യാനി ആകുന്നുള്ളൂ, ഇല്ലെങ്കിൽ ഞാൻ ക്രിസ്ത്യാനി ആകുന്നില്ല. അതുകൊണ്ട് ഈ കർത്താവിനെ ഉയർത്തുന്ന കാര്യത്തിലേക്ക് നമുക്കെല്ലാവർക്കും വലിയ താല്പര്യത്തോടെ മുന്നോട്ട് വരാം. ദൈവം നമ്മളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. ഉണ്ടാവട്ടെ. വളരെ ഉത്സാഹത്തോടെ കേട്ടു തുടങ്ങി. ഇപ്പം ബോറടിച്ചു എന്നുള്ള കാര്യം എനിക്കും അറിയാം. എന്നാലും ഒരു കാര്യം കൂടെ ഞാൻ ചെറിയ കാര്യം പറഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ നിർത്തിയേക്കാം. ഞങ്ങൾ ഇന്നലെ കേട്ടു എന്ന് പറഞ്ഞ കാര്യത്തെ പറ്റി പറയുമ്പോഴേ, അതായത് ക്രൂശിനെ ഒഴിവാക്കിയാൽ സാത്താനെ ആരാധിക്കുന്നു എന്ന് തന്നെയാണ് അവിടെ സൈൻബേർ പറഞ്ഞത്. എന്നെ പറ്റുന്നത് ഒരു പുതിയ കേൾവിയാണ്. ക്രൂശിനെ ഒഴിവാക്കുന്നത് എങ്ങനെയാണ് സാത്താനെ ആരാധിക്കുന്നത് എന്ന് ചിന്തിച്ചാൽ യഥാർത്ഥത്തിൽ ഇന്ന് അതിന്റെ കുറെ വിശദീകരണം സൈബ്രർ വന്നിട്ടുണ്ട്. സൈബ്രർ വന്നെന്ന് പറഞ്ഞാൽ ദൈവജനത്തിലൂടെ. അപ്പോൾ ആ കാര്യം അങ്ങനെ തന്നെയാണോ എന്നുള്ളൊരു കാര്യം നമ്മൾ ചിന്തിക്കുന്നില്ല. നമ്മൾ വിചാരിക്കുന്നത് നമ്മളുടെ ഒരു ആഗ്രഹം നമ്മൾ നടത്തുമ്പോൾ അതിനകത്ത് തന്നെ സാത്താനെ തന്നെ ആരാധിക്കുന്ന കാര്യം വരുന്നു, ദൈവത്തെ എതിർക്കുന്ന കാര്യവും വരുന്നില്ല. പക്ഷെ നമ്മുടെ ഒരു ആഗ്രഹം, നമ്മുടെ ഒരു മോഹം, ഏതെങ്കിലും പറ്റിയൊരു ഏറ്റവും നമ്മൾ പറയുമ്പോൾ മോഹം അല്ലേ, പഴം തിന്നണമെന്നൊരു മോഹം. അപ്പൊ ആ മോഹം എന്ത് പറ്റിയെന്ന് ചോദിച്ചാൽ അത് സാത്താനെയൊക്കെ ആരാധിക്കുന്ന പോലായിരുന്നു. ആ സാത്താനെ തന്നെയാണ് യേശുക്രിസ്തു നമ്മള് നാലാധ്യായത്തില് സാത്താനോട് പറഞ്ഞത്, അതായത് നീ എന്നെ വീണ് ആരാധിച്ചാൽ ഞാൻ നിനക്ക് ഇതെല്ലാം തരാമെന്ന് പറയുമ്പോഴേ സാത്താനെ എന്ന് പറഞ്ഞ് അവനെ പറഞ്ഞു കൊടുത്തു. അപ്പൊ അത് പത്രോസിനോട് അങ്ങനെ ഒരു കാര്യം പറഞ്ഞു എന്നുള്ള കാര്യം നമ്മൾ വായിച്ചു കേട്ടു. അപ്പോൾ അവിടെയാണ് നമ്മള് ഓർക്കേണ്ടതും ശ്രദ്ധിക്കേണ്ടതും കാര്യം. അത് വെച്ച് നോക്കിയാൽ അതിന് കേട്ട കാര്യങ്ങളോടൊക്കെയുള്ള ശ്രദ്ധയില്ല. സാത്താനോട് എന്ന് പറയാനായിട്ട് ഉള്ള നമ്മള് നാടൻ ഭാഷയിൽ പറഞ്ഞ ആർജവം നമുക്കുണ്ടോ എന്നുള്ള, നമുക്ക് ആത്മാവുണ്ടോ എന്നാകട്ടെ അതിൻ്റെ അർത്ഥം. നമുക്ക് ആത്മാവുണ്ടോ അതിന് തക്കതായിട്ടുള്ളത് സാത്താൻ എന്ന് പറയാൻ പലപ്പോഴും ഇല്ലെന്ന് ഞാൻ പറയുന്നത് എൻ്റെ അനുഭവം കൂടെ വെച്ചുകൊണ്ടാണ്. പ്രേരണ ഒരുപാട് കുടുംബജീവിതത്തെ പറ്റി അതേപ്പറ്റിയൊക്കെ ചേർത്ത് പറയുമ്പോഴേ ഇത് ഇല്ല എന്നുള്ളത് തന്നെ നമുക്ക് തെളിയുന്നുണ്ട്. അപ്പൊ ക്രൂശിനെ എടുക്കുന്ന കാര്യത്തെ പറ്റി പറഞ്ഞല്ലോ. ക്രൂശ് പിന്നെ അവസാനം സ്വയം സാത്താനെ ആരാധിക്കുന്നതാണെന്ന കാര്യം പറഞ്ഞു. ക്രൂശ് എടുക്കുന്നില്ലെങ്കിൽ
സാത്താനെ ആരാധിക്കുന്നു. ക്രൂശ് എന്ന് പറയുന്ന കാര്യത്തെപ്പറ്റി നമ്മൾ ഗൗരവമായിട്ട് ചിന്തിക്കുന്നെങ്കിൽ മാത്രമേ ക്രൂശാന്ന് മനസ്സിലാവുള്ളൂ. ഇല്ലെങ്കിൽ പല കാര്യവും നമ്മൾ അതിനെപ്പറ്റി കേൾക്കാതെയും അല്ലെ അതിനെപ്പറ്റി ആ ഗൗരവം കൊടുക്കാതെ ഇരുന്നാൽ ഒരു കാര്യം ക്രൂശും ഇല്ല ഭൂമിയിൽ. എല്ലാ കാര്യവും ഇന്നത്തെ രീതിക്ക് അനുസരിച്ച് എല്ലാ കാര്യവും നല്ല കാര്യം തന്നെ. ഒരു കാര്യവും ക്രൂശ് എന്ന ഭാഗത്തേക്ക് വരുന്നേ ഇല്ല എന്ന് വേണേൽ പറയാം. മുഴുവൻ പാപം പോലും എല്ലാവരും ചെയ്യുന്നത് പോലെ ഞാനും ചെയ്യുന്നു, അതിനകത്ത് എന്താ പ്രത്യേകത എന്ന് ചോദിക്കുമ്പോൾ പിന്നെ ക്രൂശിന്റെ പ്രശ്നം ഒതുക്കുന്നില്ലല്ലോ, എല്ലാവരും ചെയ്യുന്ന പോലെ. എന്നാൽ നമ്മെ സംബന്ധിച്ചുള്ള നമുക്ക് തന്നിരിക്കുന്ന ആത്മാവാണ് നമ്മളെ വിവേചിക്കുന്നത്, നമ്മളെ കൊണ്ട് വിവേചിപ്പിക്കുന്നത്. ഇത് ഞാനൊരു ക്രിസ്ത്യാനി, ഞാൻ ഇത് പറഞ്ഞപ്പോഴേ ഞങ്ങളുടെ അടുത്തൊരു ഒരു പാവം സ്ത്രീ ഉണ്ടായിരുന്നു. സാമ്പത്തികമായിട്ട് വളരെ മോശം, പുതിയൊരു വിശ്വാസത്തിലേക്ക് വന്ന ഹൈന്ദവ വിഭാഗം എന്ന സ്ത്രീ പറയുന്നത് അവർക്ക് അങ്ങനെയൊക്കെ പറയുകയും ചെയ്യുകയും ചെയ്യാം, നമുക്കങ്ങനെ പറ്റുമോ എന്ന് ചോദിച്ചാൽ അവരുടെ നിസ്സഹായതയെ പറ്റി അവർ പറയുമ്പോഴേ അവരങ്ങനെ ചെയ്യുന്നില്ല എന്ന് തന്നെയാണ് അവർ പറഞ്ഞതിൻ്റെ അർത്ഥം. അവർ ചെയ്യുന്ന ആ പ്രവൃത്തി ചെയ്യാൻ എന്നെ കൊണ്ട് പറ്റത്തില്ല. കാരണം ഞാൻ കേട്ടിരിക്കുന്ന വചനം അതാണ്. അതുകൊണ്ട് ഞാൻ ആ പ്രവൃത്തി ചെയ്യുന്നില്ല. ഇത് തന്നെയാണ് നമ്മെ സംബന്ധിച്ചുള്ള നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം. നമുക്ക് ആ പ്രവൃത്തി ചെയ്യാനായിട്ടുള്ള സാധിക്കുമോ? നമ്മളിലുള്ള ആത്മാവ് അതിനെ അനുവദിക്കുന്നുണ്ടോ? ആത്മാവ് അനുവദിക്കുന്നുണ്ടെങ്കിൽ ചെയ്യാം, ക്രൂശിന്റെ പ്രശ്നമേ വരുന്നില്ല അവിടെ. ആത്മാവ് അനുവദിക്കേണ്ട കാര്യമാണ്. ലോകത്ത് ജീവിക്കുമ്പോൾ 3 നേരം ആഹാരം കഴിക്കണം, അല്ല 5 നേരം ആഹാരം കഴിക്കണം. നമ്മൾ മലയാളികളൊക്കെ 5 നേരം കഴിക്കുന്നതാണുള്ളൂ. അപ്പം ഇങ്ങനെയൊക്കെയുള്ള ചിന്ത ഉള്ളപ്പോൾ ഈ 5 വേണോ 3 വേണോ 2 വേണോ 1 വേണോ എന്നൊക്കെ ചിന്തിക്കുന്ന ഒരു സമയത്തേക്ക് വരുന്നുണ്ട്. ഒരു കാലഘട്ടത്തിൽ അങ്ങനെയൊക്കെ ഇപ്പൊ ഈ ഇതിലൂടെ കടന്നുപോയിട്ടുള്ള മനുഷ്യർ ഒരുപാടുണ്ട്. പട്ടണയിലൂടെ കടന്നുപോയിട്ടുള്ളവര്, വസ്ത്രത്തിന്റെ ദാരിദ്ര്യത്തിൽ കടന്നുപോയിട്ടുള്ളവര്, അങ്ങനെയൊക്കെ ചിന്തിക്കുമ്പോൾ പല കാര്യങ്ങളും ഇന്ന് പ്രസക്തി ഇല്ലാത്ത കാര്യങ്ങളായിട്ട് മാറിയിട്ടുണ്ട്. കാരണം ആർക്കും അങ്ങനെ ഒരു ആവശ്യകത ഇല്ല. ഇവിടെ ഇരിക്കുന്ന ആരും തന്നെ ഒരു പട്ടണയോടെ കടന്നു പോകുന്നവരോ അല്ലെ ഒരു ഇല്ലായ്മ എന്ന് പറയുന്ന നമ്മളെ പ്രാഥമിക ആവശ്യങ്ങളുടെ ഇല്ലായ്മക്കാരോ അല്ല എന്ന കാര്യം വളരെ വ്യക്തമാണ്. പിന്നീട് രോഗത്തിന്റെ ബുദ്ധിമുട്ട് അല്ലെ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊക്കെ വരുമ്പം അതിനകത്തുണ്ട് ആകട്ടെ. അപ്പൊ എന്നാലേ നമ്മെ സംബന്ധിച്ചുള്ള നമുക്ക് ഇപ്പം ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞാലേ, ഒരുവൻ അവൻ്റെ ഒരു വിശപ്പിന് അവനൊന്ന് മോഷ്ടിച്ചു അല്പം, ഏതായാലും അത് തെറ്റ് തന്നെ. അതുകൊണ്ട് അവനെ തെറ്റിൽ നിന്ന് ഒഴിവാകാൻ ഒക്കുന്നില്ല. പക്ഷെ നമ്മളവനെ എങ്ങനെ കാണുമെന്നുള്ളതാണ്. അയ്യോ കള്ളൻ, നമ്മുടെ വീട്ടിൽ നിന്ന് അവനൊരു തേങ്ങ മോഷ്ടിച്ചു അല്ലെങ്കിൽ കരികെട്ട് കുടിച്ചു, ഇങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റി ചിന്തിക്കുമ്പോൾ നമ്മളെങ്ങനെ അത് കാണുന്നുള്ളതാണ്. ഒരു ക്രൂശിനെ പറ്റി പറയുന്ന കാര്യത്തെ പറ്റി പറയുമ്പോൾ നമ്മളെ സംബന്ധിച്ചുള്ള നമ്മളാണ് ആ കാര്യത്തെ വിവേചിക്കേണ്ടത്. നമ്മുടെ ആത്മാവ് എങ്ങനെയാ അവനെ പിടിച്ചു കെട്ടണം, കൊടുക്കണം, അവനെ മാതൃകാപരമായിട്ട് ശിക്ഷിക്കണം, ഇങ്ങനെയൊക്കെ നമ്മൾ ചിന്തിക്കുന്നെങ്കിൽ നമ്മളുള്ള ആത്മാവ് ആ യഥാർത്ഥത്തിലൂടെ ആത്മാവല്ല. സഹിഷ്ണുതയോടെ സ്നേഹത്തോടെ അവനെ കാണേണ്ടതാണ്. ഞാനിത് പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞ ഒരു കാര്യം പറഞ്ഞു പോയതേ ഉള്ളൂ. അപ്പോൾ എന്നാലേ നമ്മെ സംബന്ധിച്ചിടത്തോളം ദൈവം നമ്മെ പഠിപ്പിച്ചിരിക്കുന്ന നമുക്ക് തന്നിരിക്കുന്ന ആത്മാവിലൂടെ നമ്മളെ പഠിപ്പിച്ച വചനങ്ങൾക്ക് അനുസരിച്ച് നമുക്ക് എങ്ങനെ അതിനെ വിവേചിക്കാൻ കഴിയും, നമുക്ക് എങ്ങനെ അതിനെ അനുസരിക്കാൻ കഴിയും എന്നുള്ളതാണ്. അനുസരിക്കാൻ കഴിയുമെങ്കിൽ നമ്മൾ ക്രൂശ് എടുത്തു. അനുസരിക്കാതെ പറ്റില്ല, എനിക്ക് അങ്ങനെ ഒക്കുകയില്ല, എനിക്ക് ഇങ്ങനെ തന്നെ വേണം, ഇല്ല ഞാൻ കഞ്ഞി കുടിക്കുകയില്ല എന്നൊക്കെയുള്ള നിർബന്ധം പറയാൻ തുടങ്ങിയാൽ അത് ക്രൂശിനെ എടുക്കുന്നില്ല എന്നുള്ള കാര്യം. അപ്പോൾ അതാ കാര്യം നമ്മൾ ഓർക്കേണ്ടത്. ഈ അടുത്ത ദിവസങ്ങളിൽ ഞാൻ ഇന്നലെ അത് പറഞ്ഞില്ല, ഇന്നലെ വേറൊരു ഉദാഹരണം പറഞ്ഞു. അത് വളരെ രസകരമായ ഉദാഹരണമാണ്. അത് ഒറ്റയ്ക്ക് പറയാം. ഒരു പ്രസംഗം ഞാൻ കേട്ടുകൊണ്ടിരിക്കുക. അപ്പോൾ അവർ പറയുന്നത്, നിങ്ങൾക്ക് ലഭിച്ച പണം എന്ത് തന്നെയായാലും, ഏത് തരത്തിലുള്ളതായാലും, അതായത് അത് 2-ാം നമ്പർ പണമോ 4-ാം നമ്പർ പണമോ ഒക്കെ ആയിക്കോട്ടെ, അതിൻ്റെ 10-ൽ-1 സഭയിൽ ദശാംശം കൊടുത്താൽ അത് വിശുദ്ധം. അപ്പൊ നിങ്ങൾക്ക് എങ്ങനെയാ പഠനത്തെ അംഗീകരിക്കാൻ പറ്റും? നിങ്ങൾ അത് അംഗീകരിക്കുന്നുണ്ടോ? ഇല്ല, ഞാൻ അംഗീകരിക്കുന്നില്ല, നിങ്ങൾ അംഗീകരിക്കുമെന്ന് അറിയത്തില്ല. അപ്പോൾ അങ്ങനെ ഉള്ള ഒരു പഠനം, അപ്പോൾ അതേ സംബന്ധിച്ചുള്ള എനിക്ക് ആ സഭയിൽ ഇരിക്കാൻ വളരെ സുഖമാണ്. കാരണം ഞാൻ കൈക്കൂലിക്കാരനാണെങ്കിൽ എനിക്ക് വളരെ സുഖമായിട്ടിരിക്കാം, കാശ് മേടിക്കാം, 10-1 വേണം ഇച്ചിരി കൊടുത്തേക്കാം, പകുതി കൊടുത്തേക്കാം എന്ന് വേണം, ഞാൻ സമ്മതിക്കും. കൈക്കൂലി മേടിക്കാനുള്ള അനുവാദം എടുക്കും. അപ്പോൾ പാപം ചെയ്യാൻ ലൈസൻസ് ഉള്ളിടത്താണെങ്കിൽ നമുക്ക് പോകാനും ഇരിക്കാനും ഒക്കെ നമുക്ക് പറ്റുമോ എന്നുള്ള കാര്യം സംശയമാണ്, അല്ലെ? പാതികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കരുതെന്നൊക്കെ പറയുന്ന സങ്കീർത്തന വാക്യമൊക്കെ വായിച്ചിട്ട് നമ്മൾ അങ്ങനെ ഒരു സഭയിൽ ഇരിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നമ്മൾ ക്രൂസ് എടുക്കുന്നവരല്ല. നമ്മളുടെ ഇടയിൽ അങ്ങനെ ആരും തന്നെ ഉണ്ടെന്ന് തോന്നുന്നില്ല. ന്യായമില്ലാത്ത പണം കൈക്കലാക്കിയിട്ട് അത് ദശാംശം കൊടുത്തിട്ട് ശുദ്ധീകരിച്ച് സ്വന്തം ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന ആരും തന്നെ ഉണ്ടെന്ന് തോന്നുന്നില്ല. എന്നാൽ ഇതുപോലെയുള്ള കാര്യങ്ങൾ നമ്മുടെ മുന്നിലേക്ക് ചെറിയ ചെറിയ കാര്യങ്ങൾ വരുമ്പോൾ നമ്മളതിനെ അങ്ങനെ കാണുമെന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ വിഷയം. നമുക്കതിനെ തള്ളിക്കളയാൻ പറ്റുമോ? നമുക്കത് വേണ്ടാന്ന് വെക്കാൻ പറ്റുമോ? നമ്മൾ പഠിച്ച വചനങ്ങൾക്കനുസരിച്ച് നമ്മൾ ഇന്ന് കേട്ട വചനങ്ങൾ ഒരുപാടുണ്ട്. ഉച്ഛിഷ്ടമായി കണക്കാക്കണം എന്നൊക്കെ പറയുന്ന ഏത് കാര്യവും
അതായത് ദൈവമഹത്വത്തിന് വിരുദ്ധമായിട്ട് വരുന്ന ഏത് കാര്യവും ഉച്ഛിഷ്ടമായിട്ട് കണക്കാക്കണം, അതിന് തള്ളിക്കളയണം. അപ്പൊ അങ്ങനെ കണക്കാക്കാൻ പറ്റുമെങ്കിൽ നമ്മൾ വിജയിച്ചു. പക്ഷെ അത് എങ്ങനെ എത്രത്തോളം സാധ്യമാവും എന്നുള്ളതാണ്. സ്ഥാനമാനങ്ങളെ പറ്റി പറഞ്ഞു, അതിനെപ്പറ്റി തന്നെ കലഹം മുഴുവൻ ഭൂമിയിൽ. നമുക്ക് സ്ഥാനമാനങ്ങളൊക്കെ ഭൂമിയിൽ ഒരുപാടുണ്ട്. ചിലപ്പോൾ വേണ്ടെന്ന് വെക്കും, കളഞ്ഞും വരുന്നവരുണ്ട്. എന്നാൽ അതിന് വേണ്ടിയിട്ട് വഴക്കുണ്ടാക്കരുത്. എന്താ കിട്ടിക്കോട്ടെ കേട്ടോ, സ്ഥാനമാനം കിട്ടുന്നത് സ്വാഭാവികമായിട്ട് കിട്ടുന്നതാണെങ്കിൽ വാങ്ങണം. നല്ലതിനെ നമ്മൾ എടുക്കുകയും വേണം, സൗകര്യാർത്ഥമൊക്കെ നമ്മൾ മാറിയും കയറിയൊക്കെ ചെയ്യാറുണ്ട്. എന്നാൽ അതിനെപ്പറ്റി കലഹവും അതിനായിട്ട് യുദ്ധവും യുദ്ധത്തിൽ പോകുമെങ്കിൽ നമ്മൾ കേട്ട കാര്യങ്ങൾക്ക് യാതൊരു വിലയുമില്ല. ക്രൂശിന്റെ മാർഗവും ശിഷ്യത്വം എന്ന് പറയുന്നത് അത് ഒന്നും അർത്ഥമില്ല, സാത്താനെ തന്നെയാണ് ആരാധിക്കുന്നുള്ള കാര്യം വളരെ വ്യക്തമായിട്ട് നമ്മുടെ മുന്നിൽ തെളിയുന്നുണ്ട്. അപ്പോൾ കുടുംബജീവിതത്തെ പറ്റി പറഞ്ഞു. കുടുംബജീവിതത്തിലാണെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്, രസമായ കാര്യങ്ങളൊക്കെ ഒരുപാട് പറയാൻ കാണും. പക്ഷേ എന്നാൽ ഇനി ഒരു കാര്യം കൂടെ പറയേണ്ടത് ഞാൻ നിർത്തിയത്, ക്രൂശിന്റെ വ്യാഖ്യാനമൊക്കെ പറഞ്ഞു. ഇന്നലെ പറഞ്ഞ കഥയോടെ പറയാം, മറ്റുള്ളവർ കേട്ട് കാണിക്കുന്നു. ആ കഥ ഇങ്ങനെ. അപ്പൊ നിങ്ങൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലെ ഒരു രാജസ്ഥാനിലെ ഒരു പാസ്റ്ററെ ജീവപര്യന്തം തടവിൽ ശിക്ഷിച്ചിരിക്കുക. ക്രൂശുമായിട്ടുള്ള ബന്ധം എന്നാന്നുള്ളത് ആദ്യത്തെ കഥ കഴിഞ്ഞ് പിന്നെ പറയാം. അപ്പോൾ ശിക്ഷിച്ചിരിക്കുന്നത് അയാളുടെ തെറ്റായ പ്രവൃത്തി കൊണ്ടാണ്. അപ്പം ജീവപര്യന്തം ശിക്ഷിച്ചു. അപ്പൊ അയാളെ പറ്റി പറഞ്ഞപ്പോൾ അയാൾ ഇതിനു മുമ്പ് ഒരു കാര്യം ചെയ്തു. അയാളുടെ ഗുരുവായിരുന്ന പാസ്റ്ററെ വഴക്കുണ്ടാക്കിയിട്ടാണ് പുള്ളി പുതിയ സഭ സ്ഥാപിച്ചു. 20,000 പേരൊക്കെ ആരാധിക്കുന്ന സഭയാണെന്നാണ് പറഞ്ഞത്. 2-3 ഷിഫ്റ്റൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ഗുരുവായിരുന്ന പാസ്റ്റർ പറഞ്ഞ് ഇയാൾക്കെതിരെ ഒരു എന്തോ പുള്ളി അദ്ദേഹം പറഞ്ഞു എന്നുള്ള പേരിൽ അയാൾക്കെതിരെ നഷ്ടപരിഹാരം 50 ലക്ഷത്തിന് മാനഹാനിക്കുള്ള കേസും കൊടുത്തിട്ട് പുറത്തിറങ്ങിയപ്പോൾ ആരാണ്ട് ചോദിച്ചു, നിങ്ങളൊരു ക്രിസ്ത്യാനിയല്ലേ, നിങ്ങൾ എന്താ അങ്ങനെ കേസ് കൊടുത്തേ എന്ന് ചോദിച്ചു. പറഞ്ഞു, യേശുക്രിസ്തു പറഞ്ഞു, ഒരു കരണത്തടിച്ചാൽ മറുകരണം കാണിച്ചു കൊടുക്കണം. ഇപ്പൊ 2 കരണത്തും അടിച്ചിട്ട് 3ാമതൊരു കരണമില്ലാത്തതുകൊണ്ട് ഞാൻ കേസ് കൊടുത്തതാണ്. അപ്പൊ ആ പറഞ്ഞ അതിന്റെ അർത്ഥം, അപ്പോൾ അത് ദുർവ്യാഖ്യാനം തന്നെ, ദൈവവചനത്തിന് ദുർവ്യാഖ്യാനം അയാൾ ചെയ്തെന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷെ പറഞ്ഞ ആളുടെ ആത്മാവ് എന്നാന്ന് മനസ്സിലാക്കി. അപ്പൊ അയാളുടെ ന്യായീകരണമാണ്. ഇനി അയാളുടെ ജീവിതത്തെ പറ്റി പറയുമ്പോഴേ ചില വീക്ക്നെസ് ചിലർക്കുണ്ട്. ഓരോ വീക്ക്നെസ് ഓരോരുത്തർക്കുണ്ട്. ചിലർക്ക് പണത്തോട്, ചിലർക്ക് ജടീയമായ മറ്റു താല്പര്യങ്ങളോട്, ആഗ്രഹങ്ങളോട്, ചില ഭക്ഷണത്തോടെ, ഇങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. അപ്പൊ ഇത് വീക്ക്നെസ് ആണ് തിരിച്ചറിഞ്ഞിട്ട് നമ്മൾ അതിനെ ഒഴിവാക്കുന്നില്ലെങ്കിൽ അതിനെ എന്താ പറയേണ്ടത്, വിഗ്രഹാരാധനയാണോ അത്? അപ്പൊ ആ വിഗ്രഹാരാധന വർദ്ധിച്ചിട്ട് എന്ത് ചെയ്യുന്നു വെച്ചാൽ ഒരു ദിവസം സാത്താൻ അവനെ കൊണ്ട് പൂർണ്ണമായും നശിപ്പിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങളെ കൊണ്ടുപോകും. ഏതെങ്കിലും സംഭവിച്ചത് അത് തന്നെയാണ്. ആഗ്രഹിച്ച് നടന്ന അവസാനം സാത്താൻ പോകും. അപ്പോൾ ഇത് സാത്താന് ഒരു ദിവസം തന്നെ ആയിരിക്കാമെന്ന് എനിക്ക് തോന്നുന്നത്. ഏതെങ്കിലും ഒറ്റ ദിവസത്തെ ഒരു സംഭാഷണം കൊണ്ട് അതുമായി വീഴ്ത്തി കാണത്തില്ല, പല പ്രാവശ്യം പറഞ്ഞു കാണും. അപ്പൊ അതിനൊക്കെ മറുപടി ഓരോ വാക്ക് പറയുന്നുണ്ടല്ലോ, അതേ തൊടുക പോലും ചെയ്യുന്നതൊക്കെ ദൈവം പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറയുമ്പോൾ അവളുടെ ഉള്ളിലുള്ള കാര്യത്തെപ്പറ്റി സാത്താൻ മനസ്സിലായി. എന്നാലും പറഞ്ഞു അങ്ങനല്ല, ഇത് വളരെ വിശിഷ്ടമാണ്. അവസാനം പറഞ്ഞു എന്നാ തിന്നു നോക്കിയേക്കാം. അപ്പൊ നിർബന്ധം കൊണ്ടൊക്കെ തിന്നുപോയതാണ്. എന്നാൽ ഇത് പാടില്ല എന്നുള്ള കാര്യം അവയ്ക്ക് അറിയാമായിരുന്നെങ്കിൽ അതേപ്പറ്റി ഞാൻ ദൈവത്തോട് ചോദിക്കേണ്ടത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുഴപ്പം വരില്ല. അല്ലെങ്കിൽ ഞാനത് ഒഴിവാക്കുക. ദൈവം പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് ദൈവത്തോട് ചോദിക്കേണ്ട കാര്യമൊന്നുമില്ല, അതുകൊണ്ട് ഞാൻ ഈ പഴവ തിന്നത്തില്ല എന്ന് പറഞ്ഞാൽ സാത്താൻ വിട്ടുപോകും. പക്ഷെ അവിടെ പഴം തിന്നാം എന്നുള്ള മോഹത്തിലേക്ക് വന്നത് അവളുടെ ആ ദൗർബല്യത്തെ സാത്താൻ മുതലെടുക്കുന്നതാണ്. എനിക്ക് ദൗർബല്യമുണ്ട്, ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തർക്ക് ഓരോ തരത്തിലുള്ള ദൗർബല്യങ്ങളുണ്ട്. ആ ദൗർബല്യം ഇന്നതാണ് നമ്മൾ തിരിച്ചറിയുമെങ്കിൽ അതിനെ ആക്രോശി വെക്കേണ്ടത്. എങ്കിൽ ആത്മീയ ജീവിതം വിജയിച്ചു. ഇല്ലെങ്കിൽ സാരമുള്ള കാര്യമല്ല, ആരും കാണുന്നില്ല, അല്ലെ സാരമുള്ള കാര്യമല്ല, ഒരു ദിവസം അത് പൊട്ടി പുറത്തു വരും. പിന്നെ ജീവപര്യന്തമാണ്. ഈ ജീവപര്യന്തം വേണമെങ്കിൽ അയാൾക്ക് മാറ്റിയെടുക്കാമായിരിക്കും, സ്വർഗത്തിൽ ദൈവം ചിലപ്പോൾ ക്ഷമിച്ചു കൊടുക്കും. പക്ഷേ ഈ ജീവപര്യന്തം ശിക്ഷ അനുഭവിച്ചേ പറ്റുള്ളൂ. ഇപ്പോൾ സുപ്രീം കോടതിയിലൊക്കെ പോകുമായിരിക്കും, അത് വേറൊരു മാർഗം. പക്ഷേ ലോകത്തിന് മുന്നിൽ കൊടുക്കുന്ന സാക്ഷ്യം വളരെ മോശമായ സാക്ഷ്യം തന്നെ. ഒരു ക്രിസ്ത്യാനി അയാൾ ഇന്ന തെറ്റ് ചെയ്തു എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് വരിക, ഞാൻ തന്നെ ഒരു തെറ്റ് ചെയ്തു എന്നുള്ള കാര്യം ഇനി കോടതി എന്നെ ശിക്ഷിച്ചില്ലെങ്കിലും ഞാൻ തെറ്റ് ചെയ്തിരുന്ന നിങ്ങൾക്ക് ബോധ്യമുണ്ടെങ്കിൽ ഞാൻ യഥാർത്ഥത്തില് എന്താ ഇത് പറയേണ്ടത്, ഞാൻ എന്നും ആ ഒരു കളങ്കം എൻ്റെ പേരിൽ തന്നെ ഉണ്ടായിരിക്കും. അപ്പൊ ഈ കാര്യത്തെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ക്രൂശിൽ വെക്കേണ്ടത് ചെറിയ കാര്യങ്ങളെ ക്രൂശിൽ വെക്കുമെങ്കിൽ നമുക്ക് ഈ സാത്താനെയല്ല, യേശുവിനെ തന്നെ, യേശുവിന്റെ പിതാവായ ദൈവത്തെ നമുക്ക് ആരാധിക്കാൻ കഴിയും. നമ്മൾ കേട്ട ദൈവത്തിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ, ഞാൻ ഈ വാക്യങ്ങളൊന്നും വീണ്ടും ആവർത്തിക്കുന്നില്ല, 2 പ്രാവശ്യം ആവർത്തിച്ചു കഴിഞ്ഞു. നമ്മെ ഈ വചനത്തിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് ഈ സാത്താനെ ആരാധിക്കുന്നത് എങ്ങനെയാണെന്നും
അതുകൊണ്ട് ആ ആരാധനയിൽ നിന്ന് രക്ഷപ്പെടേണ്ടത് എങ്ങനെയാണെന്നുള്ള കാര്യം ഓർക്കുമ്പോൾ ദൈവത്തിലേക്ക് തന്നെ നോക്കാം. ഞാൻ ദൈവം നമുക്ക് ചെയ്ത പ്രവൃത്തി എന്താണെന്നുള്ള കാര്യം നമ്മൾ തിരിച്ചറിയുന്നുള്ളവരാണ്. അങ്ങനെ അറിയുന്നില്ലെങ്കിൽ പിന്നെ സാത്താനെ ആരാധിക്കുന്ന ഒരു ബുദ്ധിമുട്ടില്ല. തിരിച്ചറിയുന്നത് വെച്ചാൽ ദൈവം എന്നെ സ്നേഹിച്ചു. നമ്മൾ ചിന്തിക്കേണ്ടത് ദൈവം എന്നെയാണ് സ്നേഹിച്ചത് എല്ലാവരെക്കാളും അധികമായി. എല്ലാവരും അങ്ങനെ ചിന്തിക്കേണ്ടത് കേട്ടോ. മറ്റുള്ളവരെ ആരും ദൈവം തള്ളിക്കളഞ്ഞിട്ടില്ല. വിശ്വസിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അവരെ സംബന്ധിച്ചിടത്തോളം ദൈവം എന്നെ സ്നേഹിച്ചു എന്ന ബോധ്യമുള്ളവരാണ് നമ്മളെല്ലാം. ആ ബോധ്യത്തിൽ നിന്നുകൊണ്ട് നാം ദൈവത്തിന്റെ വചനത്തെ ധ്യാനിക്കുകയും ചിന്തിക്കുകയും ചെയ്യുമെങ്കിൽ നമുക്ക് സത്യസന്ധമായ ക്രിസ്തീയത നയിക്കാൻ സാധിക്കും. പരാജയങ്ങളോ ഉണ്ടെങ്കിൽ തന്നെയും തിരിച്ചറിയുക, അവിടെ ദൈവത്തിന് നമ്മെ സഹായിക്കാൻ കഴിയും. ഒത്തിരി നാളുകൾ ജോസഫ് അങ്ങളൊക്കെ ഉള്ളപ്പോഴും പറയാറുണ്ട് ആലപ്പുഴ ചർച്ചിനെ പറ്റി. ദൈവം സഹായിച്ചിട്ട് അങ്ങനെ ഒരു അവസരം കിട്ടിയതിനായിട്ട് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. തീർച്ചയായിട്ടും ഇന്നത്തെ മീറ്റിങ്ങിലും പറഞ്ഞ കാര്യങ്ങളൊക്കെയും എന്നെ ഒത്തിരി പല കാര്യങ്ങളും എന്നെ ഉറപ്പിക്കാനായിട്ടൊക്കെ ഇടയായി. ഹബക്കുക്കിൽ ആദ്യത്തെ വാക്യം പറഞ്ഞപ്പോൾ താങ്ക് യു. ഇവിടെ വന്ന 2 ആഴ്ചയും അനുഗ്രഹമായിരുന്നു. ദൈവത്തിന്റെ സാന്നിധ്യവും ദൈവം പല കാര്യവും സംസാരിച്ചു, ഇടപെട്ടു. അതിനായിട്ട് നിങ്ങളുടെ ഫെലോഷിപ്പിനും നന്ദി പറയുന്നു. ഇന്ന് കേട്ട കാര്യങ്ങൾ ഒരു കാര്യം ഷെയർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നു. ഫിലിപ്പിയർ 3:17 പറയുന്നത്, സഹോദരന്മാരെ, നിങ്ങൾ എല്ലാവരും എന്നെ അനുകരിപ്പീൻ. ഞങ്ങൾ നിങ്ങൾക്ക് കാണിച്ച മാതൃക പ്രകാരം നടക്കുന്നവരെയും കുറിക്കൊള്ളുവീൻ. ഞാൻ പലപ്പോഴും നിങ്ങളോട് പറഞ്ഞതുപോലെ അനേകർ ക്രിസ്തുവിന്റെ ക്രൂശിന് ശത്രുക്കളായി നടക്കുന്നു എന്നു ഇപ്പോൾ കരഞ്ഞുകൊണ്ട് പറയുന്നു. അവരുടെ അവസാനം നാശം. അവരുടെ ദൈവം വയറ് ലജ്ജയായതിൽ അവർക്ക് മാനം തോന്നുന്നു. അവർ ഭൂമിയിലുള്ളത് ചിന്തിക്കുന്നു. സോ ഈ 17-ാം വാക്യത്തിൽ പറയുന്ന പോലെ ഞങ്ങൾ നിങ്ങൾക്ക് കാണിച്ച മാതൃക പ്രകാരം നടക്കുന്നവരെയും ഫോളോ ദം, അവരെ ഫോളോ ചെയ്യാൻ അനുകരിപ്പീൻ. സോ അതാണ് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. ഇവിടെയും ബാംഗ്ലൂരും ദൈവം നമുക്കൊരു എക്സാമ്പിൾസ് ദൈവം തന്നിട്ടുണ്ട്. അതിനായിട്ട് ഞാൻ നന്ദി പറയുന്നു. ക്രൂശിന്റെ വഴിയിൽ പോകുന്നവരെ അനുകരിപ്പാനായിട്ട് ദൈവം തന്ന ഒരു എക്സാമ്പിൾസിനായിട്ട് ഞാൻ നന്ദി പറയുന്നു. താങ്ക് യു. ആമേൻ. സഭയുടെ കൂട്ടായ്മയും അദ്ദേഹത്തിന്റെ വചനങ്ങളുമാണ് എന്നെ ജീവിതത്തിൽ നിലനിർത്തുന്നത്. ഇന്നത്തെ കേട്ടതുപോലെ പുരുഷനുള്ള ജീവിതത്തെ പറ്റിയാണ് ഇരിക്കുന്നത്. ആ ഒരു ജീവിതം ജീവിക്കുവാനായിട്ട് തന്നെ വീണ്ടും ഇന്ന് സമർപ്പിക്കുന്നു. പ്രത്യേകിച്ച് ഇന്നലെ നമ്മൾ ഈ വാക്യം കേട്ടായിരുന്നു, എഫിഷ്യൻസ് 3:14 വാക്യങ്ങൾ. അതിൽ പറയുന്ന പോലെ അത് പൗലോസ് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയെ പറ്റിയാണ് പറഞ്ഞത്. അതില് പറയുന്നത് that he would grant you according to the riches of his glory to be strengthened with power through his spirit in the inner man, so that Christ may dwell in your hearts through faith, and that you be rooted and grounded in love. So ആ രീതിയില് ക്രിസ്തുവിന്റെ സ്നേഹത്തില് എന്റെ ഹൃദയത്തില് ക്രിസ്തുവിന്റെ ആ സ്നേഹത്തിൽ റൂട്ടഡ് ആയിരിക്കുവാനായിട്ട്, വേരിയിരിക്കുവാനായിട്ട്, വിശ്വാസത്തോടെ ആത്മാവിൽ നിറഞ്ഞ് എന്റെ ഇന്നമാനെ ഒരുക്കിക്കൊണ്ടിരിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. ആ പശ്ചാത്തലങ്ങളുടെ ശക്തിയാൽ മാത്രമേ ഈ ഒരു ക്രൂശിന്റെ വഴി നടക്കാൻ എനിക്ക് കഴിയുള്ളൂ എന്ന് ഞാൻ തിരിച്ചറിയുന്നു. അതിനായിട്ട് ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു. ആ പശ്ചാത്തല ശക്തിയാൽ എന്നെ നടത്തണമെന്ന് ഇന്നും ആ ഒരു നീട് ഇരിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. എനിക്ക് പശ്ചാത്തല ശക്തി കൂടാതെ ഇന്നൊരു ദിവസം മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ള ആ ഒരു നീഡിൽ എന്ന് എനിക്ക് ഇരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഞാൻ എല്ലാ കാര്യങ്ങളും എനിക്കത് ഇവിടെ സഭയിൽ എപ്പോഴും പ്രാർത്ഥിക്കാറുണ്ടെന്ന്.
വളരെ നന്ദി പറയുന്നു. മുന്നോട്ടും ഞങ്ങളെ പ്രാർത്ഥനയിൽ ഓർക്കണമെന്ന് ചോദിക്കുന്നു.